ആര്യ ദിവ്യ വീണ ജോർജേ, ആര്യ ദിവ്യ വീണ ജോർജേ, നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, ഇന്നോവയ്ക്കാളെ വിട്ട് തല്ലല്ലേ കൊല്ലല്ലേ, ആര്യ ദിവ്യ വീണ ജോർജേ. ഇങ്ങനെയാണ് നാട്ടുകാർ പാടുന്നത്. ഇങ്ങനെ ഇങ്ങനെ പാടൂ സുഹൃത്തുക്കളെ, ഇങ്ങനെ പാടൂ. ഞങ്ങളുടെ പെൺപടകൾ, ഞങ്ങളുടെ അക്ഷരം മാറ്റി വിളിപ്പിക്കരുത് കേട്ടോ, അക്ഷരം മാറ്റി വിളിപ്പിക്കരുത്. ഞങ്ങളുടെ പെൺശക്തികൾ. മാനവരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? മാനവരെ നിങ്ങളിത് കേൾക്കുക. എന്താ? കരുത്തുറ്റ സ്ത്രീകൾ, CPM-ന്റെ കരുത്തുറ്റ സ്ത്രീകൾ, സ്ത്രീകക്ഷം, വെറുതെ അല്ല എന്ന് പറയുന്നത്. എത്ര മിടുക്കികളായ ബഹുകേമികളായ പെൺപടകൾ. അതെ 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 ശക്തരാണ്. അതെ 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 പെൺപടകൾ ശക്തരാണ്. ഞങ്ങൾ ശക്തരാണ്. എന്നിട്ട് ഇപ്പൊ ഇവർക്ക് എന്താ പ്രശ്നം? ആര്യ ചേച്ചിക്കും മറ്റേ ദിവ്യ ചേച്ചിക്കും ഇപ്പൊ കുഴപ്പം? സുഹൃത്തുക്കളെ, ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ പെൺപടകളുടെ കരുത്തിനെ കുറിച്ചാണ്. അതെ, ആര് ചർച്ച ചെയ്യുന്നു? വേറെ ഏത് പാർട്ടിയിലുണ്ട് ഇതുപോലെ ശക്തരായ സ്ത്രീകൾ, നാവ് കൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്ന സ്ത്രീകൾ? എത്ര സ്ത്രീകളുണ്ട് പറയൂ? തൊട്ടപ്പുറത്ത് പ്രതിപക്ഷ നിരയിലുണ്ടോ ഇതുപോലത്തെ പെണ്ണുങ്ങൾ? അഴിമതിക്ക് വേണ്ടി പോരാടുന്ന ഏത് സ്ത്രീ ഉണ്ട് അപ്പുറത്ത്? പറ. അഴിമതിക്കെതിരെ പോരാടുന്ന ഏത് സ്ത്രീ ഉണ്ട് അപ്പുറത്ത്? പറ. നിങ്ങളുടെ അവിടെ പോരാടിയത്? നമ്മുടെ അവിടെ പോരാടിയത് ദിവ്യ ചേച്ചി. ചേച്ചി അഴിമതിക്ക് വേണ്ടി പോരാടിയത് മാത്രം ഓർമ്മയുണ്ട്. അതെ, പോരാടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇവിടെ അഴിമതിക്കെതിരെ പോരാടാൻ പറ്റുന്നില്ല. എടുത്തിട്ട് ഊഞ്ഞാല ഊഞ്ഞാല. ഇവിടെ അഴിമതിക്കെതിരെ പോരാടാൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന നിങ്ങളാണോ അഴിമതിക്കെതിരെ പോരാടിയ ചരിത്രവും കൊണ്ട് PP ദിവ്യ വന്നു നിന്നൊരു പോസ്റ്റ് ഇട്ടത്? സുഹൃത്തുക്കളെ, ഇന്നലത്തെ PP ദിവ്യയുടെ പോസ്റ്റിന്റെ കോലാഹലങ്ങൾ ഈ നേരം വരെ കഴിഞ്ഞിട്ടില്ല. പാർട്ടി ആഫീസിൽ വിളിച്ചു വരുത്തി മുതിർന്ന നേതാക്കൾ ചവിട്ടി ഒതുക്കി എന്നാണ് നമ്മൾ കേൾക്കുന്നത്. മേലാൽ ഇമാതിരി പോസ്റ്റ് ഇട്ട് പാർട്ടിയെ എയറിൽ കയറ്റിയാൽ നിയമപരമായും കായികപരമായും നേരിടുമെന്നാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. എനിക്ക് അപ്പക്കച്ചവടത്തിന് പോകാൻ വയ്യ, നീയൊക്കെ കൂടെ എന്നെ ഭാവി കാലത്ത് അപ്പക്കച്ചവടത്തിന് പറഞ്ഞു വിടുമോ എന്നാണ് ഗോവിന്ദൻ കരയുന്നത്. ഒരു 3-ാം ഊഴം കൂടി കാണുന്നുണ്ട്. അതിന്റെ ഒരു ആലയൊലി ഇപ്പോഴേ അവസാനിപ്പിക്കരുത്, കെട്ടി തൂക്കരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PP ദിവ്യയോടും ആര്യ രാജേന്ദ്രനോടും വീണ ജോർജിനോടും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ കരഞ്ഞു മെഴുകുകയാണ്. അഴിമതിയെ പറ്റി പറയുന്നത് ഞങ്ങളുടെ ദിവ്യ ചേച്ചി ഒന്ന് ഷെയർ ചെയ്തു. അതിന് എന്താ പ്രശ്നം? അഴിമതി തെറ്റാണ്. ഞങ്ങൾ എവിടെയും നോക്കി പറയും. പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറ. അത് പിന്നെ നോക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കി പറയണ്ട, തിരിഞ്ഞെന്തെങ്കിലും ഒന്ന് പറയാമോ? തിരിഞ്ഞിരിക്കാൻ പറ്റില്ല. പുള്ളി ഇവിടെ ഇല്ല, ഉദ്ദേശപ്പെട്ടു. പുള്ളി ഇവിടെ ഇല്ലല്ലോ, ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പറയായിരുന്നു. പുള്ളി വിദേശത്തല്ലേ, വന്നിട്ട് പറയാം കേട്ടോ. പെട്രോൾ പമ്പ് എന്തായി? പെട്രോൾ പമ്പ് അവിടെ പമ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അതന്നെ അറിഞ്ഞിട്ട മറ്റേ PP അറിഞ്ഞിട്ടതാ കേട്ടോ പെട്രോൾ പമ്പ് ദിവ്യ. അഴിമതിക്കെതിരെ ചേച്ചി നടത്തിയ പോരാട്ടം, പക്ഷെ അത് ഒന്നും മിണ്ടാൻ പോകാൻ പറ്റുന്നില്ല. അഴിമതിക്കെതിരെ ഇവിടെ ഒരു പോരാട്ടം എന്താണെന്നറിയാം സുഹൃത്തുക്കളെ, ഇപ്പൊ വീണ്ടും പോസ്റ്റ് ഇട്ട് നിറയുന്നതിന് ഒരു കാരണമുണ്ട്. അതായത് നവീൻ ബാബു കേസ് അങ്ങ് ഒതുങ്ങി എന്നാണ് ചേച്ചി കരുതിയത്. അതായത് ജനങ്ങളല്ല അതൊക്കെ മറന്നെന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ്, മറ്റേ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുകയാണല്ലോ, അതുകൊണ്ട് വീണ്ടും ഒന്ന് സജീവമാകാൻ നോക്കിയതാണ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ്. അതായത് എങ്ങനെയുണ്ട് അന്തരീക്ഷം എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് തലപൊക്കി നോക്കി ഒറ്റ അടിയായിരുന്നു, തീർന്നു. നിലവിളിച്ചോണ്ടൊരു ഒറ്റ ഓട്ടമായിരുന്നു. അഴിമതി പഠിച്ചവനെ നിങ്ങൾ കത്തോളീന്ന്. അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരുള്ളപ്പോൾ എങ്ങനെ ഞങ്ങൾ അഴിമതിക്കെതിരെ പ്രതികരിക്കാനാണ്? പറയൂ മാനവരെ, നിങ്ങൾ പറയൂ മാനവരെ, ഇവരെങ്ങനെ പ്രതികരിക്കും? അഴിമതിക്കെതിരെ പോരാടാൻ പറ്റുന്നില്ല. ഇവിടെ അഴിമതിക്കായി ഇവർക്ക് പോരാടാൻ സമയം കിട്ടുന്നില്ല, അഴിമതി നടത്താനായി പോരാടാൻ സമയം കിട്ടുന്നില്ല. അങ്ങനെയല്ലേ മാനവരെ? അഴിമതിക്കെതിരെ പോരാടാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒന്ന് സ്വതന്ത്രമായിട്ട് പോരാടാൻ നോക്കിയപ്പോ സ്വതന്ത്രമായി പോരാടാൻ നോക്കിയപ്പോഴത്തേക്ക് അതെ പോട്ടെ, ജയിലിൽ വരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാടിയിരുന്നു.
അപ്പൊ കോടതി ശരിയല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? കോടതി ശരിയെന്നല്ല, പക്ഷെ അഴിമതിക്കെതിരെ വെറുതെ അങ്ങ് കോടതി നിങ്ങളെ മറ്റേ പറഞ്ഞു വിടുവോ അങ്ങോട്ട്? എന്നാലും അയ്യോ കോടതിയെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ലേ, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് അന്ന് മുതലുള്ള ഒരു സംശയമാണ്, നവീൻ ബാബുവിന്റെ കേസ് വന്നപ്പോൾ മുതലുള്ള സംശയമാണ്. അതായത് ഇപ്പൊ ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോൾ സാധാരണയായി ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആ വേട്ടാവിളിയനുണ്ടല്ലോ, അയാൾ പോയി വിജിലൻസിലല്ലേ പരാതി കൊടുക്കേണ്ടത്? അല്ല, നിങ്ങളുടെ വിജിലൻസ് ഇപ്പൊ പി ദിവ്യയാണോ? അത് ഒരു പാർട്ടിക്കാരെല്ലാം ചെന്ന് നിന്ന് അങ്ങോട്ട് പരാതി പറയാനായിട്ട്? നിങ്ങളൊരു കാര്യം ആലോചിക്കണം, പ്രശാന്ത് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തി, അയാൾക്ക് പെട്രോൾ പമ്പിൽ സാധാരണക്കാരനാണ്, പെട്രോൾ പമ്പ് നടത്തുന്ന സാധാരണക്കാരൻ, വെറും സാധാരണക്കാരൻ കോടികൾ വെച്ചൊരു പെട്രോൾ പമ്പ് തുടങ്ങുന്നു. അത് ഇവരുടെ കണ്ണൂരിൽ, അതൊരു തെറ്റാണോ സുഹൃത്തുക്കളെ? അത് പിന്നെ കണ്ണൂരിലെ സാധാരണക്കാർ വരെ കോടികൾ കൊണ്ട് പെട്രോൾ പമ്പ് തുടങ്ങുന്നവരാണ്. അതൊരു തെറ്റാണോ മാനവരെ? തെറ്റാണോ മാനവരെ? ആൾക്ക് വിജിലൻസിൽ നിന്ന് പോവാൻ അറിഞ്ഞൂടാ. ഏറ്റവും ആക്സസബിൾ ആയിട്ടുള്ളത് ജില്ലാ പ്രസിഡന്റ്, ആളെടുത്ത് പോയി പറയാന്ന് വെച്ചു. പാർട്ടി കൂടി ആയതുകൊണ്ട് വിജിലൻസ് എങ്ങനെ ആക്സസബിൾ ആകാതിരിക്കുന്നത്? നിങ്ങളുടെ ഭരണ സംവിധാനങ്ങളെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെയല്ലേ വാദോരാതെ പറയുന്നത്? അത് പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. മാനവരെ പോയിന്റ്, നോട്ട് ദ പോയിന്റ്. അതായത് അണികൾ പറയുന്നു വിജിലൻസ് ഇവർക്ക് കൈയെത്തുന്ന ദൂരത്തല്ലാന്ന്, പക്ഷെ ഇവരുടെ മുഖ്യമന്ത്രി പറയുന്നു എല്ലാ സംവിധാനങ്ങളും കയ്യെത്തും ദൂരത്താണ്. ഞാൻ മാത്രം പറഞ്ഞത് എന്റെ അഭിപ്രായം മാത്രമാണ്. തന്റെ അഭിപ്രായമല്ല നമ്മൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്. ആ അഭിപ്രായം പറ. ആ അഭിപ്രായം വെച്ച് ചോദിക്കും. അതാ ഞാൻ പറയുന്നത്. വിജിലൻസ് ഇപ്പൊ പി ദിവ്യയാണോ വിജിലൻസും കോടതിയും ഒക്കെ? പി ദിവ്യ ആരാണ്? കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ. അപ്പൊ കണ്ണൂർ നടന്ന സംഭവം അവരുടെ തന്നെ, പിന്നെ വേറെ അടുത്ത് പോയി പറയാം, മുഖ്യമന്ത്രി പോയി പറയാൻ പറ്റുമോ? അല്ല, മുഖ്യമന്ത്രിയുടെ പരാതി പറഞ്ഞു എന്നായിരുന്നു പ്രശാന്തൻ പറഞ്ഞത്, പക്ഷെ അങ്ങനെ ഒരു പരാതി ഇവിടെ കിട്ടിയിട്ടില്ല. അത്രത്തോളം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ പി ദിവ്യയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് പ്രശാന്തൻ CM-ന്റെ ഓഫീസിൽ പരാതി കൊടുത്തു, ഞാൻ പറഞ്ഞിട്ട് എന്റെ വാക്ക് കേട്ടുകൊണ്ട് എന്നൊക്കെ. നോക്കിയപ്പോ മുന്നിൽ ഒരു ഝാൻസി റാണി നിൽക്കുന്നു, പോരാടുന്ന ഒരു വ്യക്തി നിൽക്കുന്നു. ആളെടുത്ത് പറഞ്ഞ എന്തെങ്കിലും ഝാൻസി റാണിയോ? ഓ പി ദിവ്യ. അത് പ്രശാന്ത് നോക്കിയപ്പോ ഒരു ഝാൻസി റാണി നിൽക്കുന്നു. ആളെടുത്ത് പറഞ്ഞ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും കരുതി ആളോട് പറഞ്ഞു. ആളത് ക്ലീൻ ആയിട്ട് ബോൾഡ് ഔട്ട് ആക്കാൻ നോക്കിയപ്പോ സ്വയമായിട്ട് ബോൾഡ് ഔട്ട് ആയി പോയി. പിന്നെ അഴിമതിക്കെതിരെ പോരാടുന്ന ചേച്ചിയുടെ അടുത്ത് തന്നെ അഴിമതി കാര്യം പറഞ്ഞു. പിന്നെ ഝാൻസി റാണി എല്ലാ കാര്യം. അതുകൊണ്ടല്ലേ അഴിമതിക്കെതിരെ പ്രസംഗിക്കകത്ത് കയറി വന്നത്, വിളിക്കാതെ കയറി വന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? വലിഞ്ഞു കയറി വരുന്നവർക്കൊക്കെ ഇപ്പൊ ഝാൻസി റാണി എന്നാണോ പറയുന്നത്? അത് ഏത് ചരിത്രമായിരുന്നു അത്? അത് നിങ്ങളുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിലെ ചരിത്രമായിരുന്നു. കുറയ്ക്കണോ? എന്നാ സരോജിനി നായിഡു കുറച്ചിട്ടുണ്ട്. സരോജിനി നായിഡു ഇതും തമ്മിൽ എന്തോടോ ബന്ധമുണ്ട്? അത് പോരാട്ടം, അഴിമതിക്കെതിരെ പോരാട്ടം. എന്നാ അടുത്ത് കുറയ്ക്കണോ? വീണ്ടും കുറയ്ക്കണോ? ഇനി ആരെയും കിട്ടുന്നില്ലല്ലോ ദൈവമേ. എന്നാലും ഇന്ദിരാഗാന്ധി. അപ്പൊ സ്വന്തമായിട്ട് നിങ്ങൾക്കൊന്നുമില്ല? അതിലും കോൺഗ്രസിന്റെ അവിടെ പോണോ? പെൺശക്തി നിങ്ങൾക്കില്ലേ ഒന്നും? പോരാടുന്ന പെൺശക്തി ദിവ്യ ചേച്ചി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് അത് മതി, ഞങ്ങൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തോളാം. അഴിമതിക്കെതിരെ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കേടോ, മിണ്ടാതിരിയോടോ, നാട്ടുകാർ തന്നെയൊക്കെ കാറി തുപ്പോടോ ഇമാതിരി വിവരക്കേട് വിളിച്ചു കൂവുന്നേന്. പ്രശ്നം നോക്കിയപ്പോ തന്റെ പ്രശ്നം പരിഹരിക്കാൻ തന്റെ മുന്നിലുള്ളത് ദിവ്യ ചേച്ചിയോട് പറയുന്നു. ദിവ്യ ചേച്ചി അത് ഹാൻഡിൽ ചെയ്ത് തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് ഊച്ചാളിത്തരം കാണിച്ചിട്ട് വന്ന് ന്യായീകരിക്കുന്നു. പിന്നെ ചേച്ചി പറഞ്ഞത് അഴിമതിക്കെതിരെ പോരാടാൻ പറ്റുന്നില്ല, പോരാടിയത് ഇങ്ങനെയൊക്കെയാണ് കാര്യമെന്ന് ചേച്ചി പറഞ്ഞതോ? നിങ്ങളുടെ ആ പെണ്ണുപിള്ള എവിടെയാണോ പോരാടിയത് ഒന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലാവും. യാത്രയപ്പ് ചടങ്ങിൽ വന്നിട്ട് അഴിമതി. നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ എത്ര ആരോപണങ്ങൾ വന്ന് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട്? അന്ന് എന്തായിരുന്നു നിങ്ങളുടെ ചേച്ചി എന്താ ആ ഝാൻസി റാണി പോരാടാതെ? ചേച്ചിയുടെ മുന്നിൽ അത് പ്രശ്നം വന്നില്ല. അതെങ്ങനെ കേരളത്തിലല്ലേ അമ്മച്ചി താമസിക്കുന്നത്? അറിയാതിരിക്കാനായിട്ട് പരാതി വന്നില്ല. ഇത് പ്രശാന്ത് നേരിട്ട് പോയി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞ പരാതിയാണ്. അത് തന്നെ, പ്രശാന്തനും ചേച്ചിയും തമ്മിലുള്ള ബന്ധം എന്തുവാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? നമ്മൾ സൗഹൃദ ബന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. എന്ത് ബന്ധമായാലും ചേച്ചി ആൾക്ക് മുന്നില് ദിവ്യ ചേച്ചിയായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചിയുടെ പോയി പറഞ്ഞു. അതെ, മാനവരെ പ്രത്യേകിച്ച് കമ്മി മാനവരെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും വിജിലൻസ് മറ്റേ അമ്മച്ചിയാണ്, നിങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെയല്ല, ഇപ്പൊ എനിക്ക് എന്റെ തിരുവനന്തപുരത്ത് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പോയി ആര്യ രാജേന്ദ്രനോടാണ്. എന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത് പോയി പറയും ഞാൻ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തല്ലേ. അപ്പൊ ഇവിടെ പോലീസിനൊന്നും ഒരു റോളും വേണ്ട. പോലീസൊക്കെ പിന്നെ ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പോലീസിലോട്ട് പോകുള്ളൂ. പാർട്ടി പോലീസിനെക്കാട്ടി ബലമുണ്ട് പാർട്ടിക്ക്. അന്തംഗമ്മികളൊക്കെ അങ്ങനെയാ.
പോലീസിനെ കാട്ടി പാർട്ടിക്ക് ഉണ്ടോ ഇല്ലയോ? അപ്പൊ പാർട്ടി അതായത് സുഹൃത്തുക്കളെ, ഇവിടുത്തെ പിണറായി പോലീസിനെ കൊണ്ട് ചൊക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നാണ് ഈ മാനവർ പറയുന്നത്. ഈ മാനവർ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. പിണറായി പോലീസ് കഴിപ്പടം കെട്ടതാണ് എന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ വിളിച്ചു കൂവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ സാധാരണക്കാരായ ഒരു വ്യക്തി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് അത് കുറച്ച് നിയമവശങ്ങളുണ്ടല്ലോ, അതിനെക്കാട്ടി പാർട്ടി ബേസ് ആയിട്ട് തനിക്കൊരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. തന്റെ കുട്ടീനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ഉടനെ താൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുക്കലാണോ ചെന്ന് പറയുന്നത്? അല്ല, ഞാൻ പോയി പോലീസിന്റെ അടുത്ത് പറയും. പക്ഷെ ഇതൊരു അഴിമതി കാര്യമല്ലേ? പോലീസിന്റെ അടുത്ത് പറയുന്നതിന് മുന്നേ പഞ്ചായത്ത് പ്രസിഡന്റ് പാർട്ടി ബേസ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണോ വിജിലൻസിന്റെ പണി എടുക്കേണ്ടത്? അല്ല, എന്നാലും അല്ല, അത് പറ. ഞങ്ങൾക്ക് അതറിയത്തില്ല. ഞങ്ങൾക്ക് ആ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളോട് ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ ഞങ്ങൾക്ക് കൈക്കൂലി കൊടുക്കാൻ സൗകര്യമില്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കാനാണെങ്കിൽ നമ്മൾ ആദ്യം വിജിലൻസിനോടാണ് പരാതിപ്പെടുന്നത്. അത് പിന്നെ ആൾക്ക് അതായത് ഒരു കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം വിജിലൻസ് ആണല്ലോ തെളിവ് ഉൾപ്പെടെ പൊക്കേണ്ടത്. എന്നാലല്ലേ അത് കോടതിയിൽ റെലവൻസ് ഉള്ളൂ. അതിന് ആള് വിചാരിച്ചാണ് പാർട്ടി ബേസ് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസ് ചെയ്ത് ഇടപെട്ട്. അപ്പൊ പ്രശാന്തൻ പാർട്ടിക്കാരനാണ്. ആര് പറഞ്ഞോ? അല്ല, പിന്നെ പാർട്ടിക്കാരനായതുകൊണ്ടാണ് പി ദിവ്യയുടെ അടുക്ക പോയി പരാതി പറഞ്ഞെന്നല്ലേ താൻ പറഞ്ഞത്? പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ പാർട്ടിക്കാരി പോട്ടെ, പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അവര് സ്ഥാനത്തിരുന്ന ആളല്ലേ? അല്ലേ? അവരൊരു സ്ഥാനത്തിരുന്ന മാനവരെ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുമല്ലോ. ഇതാണ് ഇവരുടെ പെൺപടകൾ. അതായത് വിവരക്കേടിന് കയ്യും കാലും വെച്ച കുറെ എണ്ണം. ഒരാര്യ രാജേന്ദ്രനുണ്ട്, കോർപ്പറേഷൻ മുഴുവൻ മുക്കി നക്കി തിന്നു വെച്ചിരിക്കുക. ഇവിടുത്തെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആര്യ രാജേന്ദ്രനെ വിളിക്കാത്ത തെറിയില്ല. ഞങ്ങൾ സ്മാർട്ട് റോഡ് പൊക്കോ. എന്നിട്ട് മുതിർന്ന നേതാക്കൾ പറഞ്ഞു അടുത്ത തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏക ഉത്തരവാദി ആര്യ രാജേന്ദ്രൻ. ചേച്ചി നേമത്ത് നോക്കി വെച്ചിരുന്ന MLA കസേര ഊഞ്ഞാല കോർപ്പറേഷൻ പോവുന്നില്ല. നമ്മുടെ നോക്കിയിരുന്നോ? നമ്മുടെ അഴിമതിയുടെ കുറെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോർപ്പറേഷനിലെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ ഒരു വീണ ജോർജ് ഉണ്ട്. അത് അതിനേക്കായി കേമമാണ്. എത്ര മെഡിക്കൽ കോളേജിൽ തുറന്നിരിക്കുന്നു, എത്ര ആശുപത്രിയിൽ എന്തൊക്കെ വീണ ജോർജ് വന്നതിന് ശേഷമാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളൊക്കെ ഉണ്ടായത്. ഫെസിലിറ്റീസ് വന്നത് വീണ ജോർജ് വന്നതിന് ശേഷം. അതിന് മുമ്പ് ഇവിടെ മെഡിക്കൽ കോളേജ് ഇല്ലായിരുന്നു. വന്നതിന് ശേഷം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതെ, ആ കൂട്ടിയതിന്റെ കണക്ക് മറ്റേ ഹാരിസ് ഡോക്ടർ പറഞ്ഞായിരുന്നു. കൂട്ടിയതിന്റെ കണക്ക് അത് നിങ്ങൾ കൂട്ടിക്കൊടുത്തതിന്റെ കണക്ക് പുറത്തു വന്നത്. ചില കുത്തുകൾ അതെ, ആകെ ഒരു പുഴുക്കുത്തേ ഉള്ളൂ. അതാണ് ആ വീണ ജോർജ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് മനസ്സമാധാനം കിട്ടും. ആ വകുപ്പിൽ മന്ത്രി ഇല്ലേലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ആശമാരുടെ വന്ന് നിൽക്കും. അതെ, ആശമാരുടെ തന്തയ്ക്ക് വിളി മുഴുവൻ കേട്ടോണ്ടിരിക്കുക വീണ ജോർജ്. ഒരു സഭയുള്ളത് കൊണ്ട് മാത്രം കസേര കിട്ടിയ ഒരു മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇങ്ങനെയൊക്കെ പറയണം. അല്ല, പിന്നെ എങ്ങനെയാ കിട്ടിയത്? എന്ത് പ്രവർത്തന മികവ് കണ്ടോണ്ടായിരുന്നു വീണ ജോർജിന് കസേര കൊടുത്തത്? എന്ത് പാർട്ടി പ്രവർത്തനം നടത്തിയായിരുന്നു? എന്തുവാ മറ്റേ മാധ്യമത്തിൽ വന്നിരുന്ന് വാതോരാതെ കൊണകൊണ പറഞ്ഞേനു? അതെ, ഫൈറ്റ് ചെയ്തു. ഞങ്ങൾ വാക്കുകളിലൂടെ ഫൈറ്റ് ചെയ്തു. അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ പെൺപടയ്ക്ക് നാവ് ഇച്ചിരി കൂടുതലാ. ഞങ്ങൾ ചിഞ്ചുറാണിയോട് രാജിവെക്കും. ചിഞ്ചുറാണി രാജിവെക്കും. എന്നാ പോയി അങ്ങ് രാജിവെച്ചോളാം പിണറായി വിജയൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ചിഞ്ചുറാണിക്ക് രാജിവെക്കണ്ട. PM ശ്രീ നടപ്പാക്കിക്കോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. CPM കൂടി അടി. ചിഞ്ചുറാണി ഇപ്പൊ ആകെ കുറച്ചെങ്കിലും നട്ടല്ല CPI-ലുള്ളത് മറ്റേ മന്ത്രി K രാജന്. CPI-ലാണോ ശൈലജ ടീച്ചർ? മന്ത്രി K രാജന് മാത്രമാണ്. പ്രസാദും രാജിവെക്കാന്ന് പറഞ്ഞില്ല. ആര് രാജിവെപ്പിച്ച്? അതാ പറഞ്ഞത്, CPI-ലെ മന്ത്രിമാർ രാജിവെക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി പറഞ്ഞു എന്നാ പോയി അങ്ങ് വെച്ചോളാൻ. അതല്ലേ പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ ആർക്കും രാജിവെക്കണ്ട. രാജിവെക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നത് മറ്റേ K രാജൻ മാത്രമോ? അത് ചില തെറ്റിദ്ധാരണകൾ. അത് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയെ പറ്റി വാഴകൃഷിയാണോ അടുത്ത PhD-ക്ക് തയ്യാറാവുന്നത്? ഇനി അടുത്ത എന്തുവാ? നിങ്ങൾക്ക് വിളിച്ചോണ്ട് ഇനി കൊലയാണോ വെട്ടുന്നത്? അല്ല, നിങ്ങൾക്കെല്ലാം വെട്ടി മൂട്ടിൽ ഒളിപ്പിച്ചു വെച്ചതേ ശീലമുള്ളൂ. ഞങ്ങളുടെ പെണ്ണുങ്ങളൊന്നും പറയില്ല കേട്ടോ. ഞങ്ങളുടെ പെൺപടവെല്ലാം പറഞ്ഞോണ്ടല്ലോ. പെണ്ണുങ്ങളൊക്കെ പെൺ ശക്തികളാണ്, ഞാൻ ഉൾപ്പെടെ. എന്ത് കാണിച്ചിട്ട്? ഒന്നും കാണിക്കാതെ തന്നെ ഞങ്ങൾ. അതെ എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് ഇവരുടെ പെൺപടയുടെ പോരാട്ടം. ഒലിക്കട മൂട്. ഒലക്കട മൂട്.